മിഠായി വിൽക്കാനുണ്ടേ മിഠായി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 തരം ചോക്ലേറ്റുകളും ഉണ്ടാട്ടോ. അതിൻ്റെ കൂടെ നാട്ടിലുള്ളവർക്ക് കാണാൻ വേണ്ടി മദീനത്തെ ഈത്തപ്പഴത്തിൻ്റെ ഉറവിടവും കൂടി വ്യക്തമാക്കാം. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഷ്റഫ് പുതുക്കോടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് 2 തരം ചോക്ലേറ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതിൽ ഒന്ന് ഗാലക്സിൻ്റെ, വേറൊരു പുതിയൊരു കമ്പനിയാണ്. ഗാലക്സിൻ്റെ മിനി മിക്സ് ആണ് ഒന്ന്. അത് 25 പീസാണ് വരുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഒരു ഫ്ലേവർ, ലുക്മി. നമ്മൾ ദുബായിൻ്റെ ഒരു ചോക്ലേറ്റ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേ കമ്പനി തന്നെയാണ് കേട്ടോ, അത് ദുബായിൻ്റെ തന്നെയാണ്. ഡേറ്റ് 2026 6 മാസം വരെ ഉണ്ട് കേട്ടോ. മേടിച്ച് നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന വില 15 റിയാലാട്ടോ. 15 റിയാല് കടയിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്ന വിലയാണ്. അത് കടക്കാർ 20 റിയാലിന് 5 റിയാലെങ്കിലും അവർ മാർജിൻ ഇട്ട് വിൽക്കുന്ന സാധനം കേട്ടോ. നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്ന വിലയാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വരുന്നത് മിനീസ് എന്നാട്ടോ പേര് ഇതിൻ്റെ. മറ്റേത് മിനി മിക്സ്, അത് ഒറിജിനൽ അസ്ലി എന്നാ പറയാ, ഒറിജിനലിനെ. ഇത് അസ്ലി തന്നെയാണ്. ചോക്ലേറ്റിൽ ബൗണ്ടി, മാർസ്, സ്നിക്കർ, ഗാലക്സി അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സ്പെല്ലിങ് വ്യത്യാസത്തിലാണ് ഇതിൻ്റെ പേരുകൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതാണ് മിനി മിക്സ് കേട്ടോ. 25 പീസാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളത് 22 റിയാലിനാണ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നത്. ഇതിൽ സ്നിക്കർ, ട്വിക്സ്, ബൗണ്ടി, മാർസ്, മിൽക്കി അങ്ങനെ 5-6 ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് നമ്മൾ കടകളിൽ ഇറക്കി കൊടുക്കുന്ന റേറ്റ് ആട്ടോ. ഇത് നിങ്ങളെന്തായാലും കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ 28 റിയാലോ അല്ലെങ്കിൽ 30 റിയാലോ ഇതിന് കൊടുക്കേണ്ടി വരും. ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ മേടിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ, അതായത് തല്ലാജിൽ വെക്കണം. ഇത് ഒരു ഫ്രീസർ ഐറ്റമാണ്, ഫ്രിഡ്ജ് ഐറ്റമാണ് കേട്ടോ. ഏറ്റവും വില കുറവിൽ ഗാലക്സിൻ്റെ ഐറ്റങ്ങൾ മേടിക്കുന്ന ആളുകൾ ഇത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ. മദീനത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഈ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അടിക്കണം. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിടുന്ന ഓരോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് മദീനത്ത് നിന്ന് തബൂക്ക് പോണ റോഡാട്ടോ. ഈ റോഡിൻ്റെ ഇടതുഭാഗത്താണ് ഫുള്ളായിട്ട് ഈന്തപ്പഴത്തിൻ്റെ കൃഷി. ഇത് മദീനത്ത് ഉപയോഗിച്ച വെള്ളം ഫിൽട്ടർ ചെയ്ത് ആ കൃഷിക്ക്, ഈന്തപ്പഴ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മുഴുവൻ മദീനത്തെ ഫിൽട്ടർ ചെയ്ത വെള്ളം കേട്ടോ. മദീനത്തെ ഏകദേശം 60% ഈന്തപ്പഴ കൃഷിയും ഈ തബൂക്ക് റോഡിലാട്ടോ. അതായത് ഖൈബർ റോഡാണ്. തബൂക്ക് റോഡും ഖൈബർ റോഡും ഒന്ന് തന്നെ കേട്ടോ. നല്ലപോലെ ഫിൽട്ടർ ചെയ്ത വെള്ളം തന്നെ കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് സൈഡിൽ. നല്ല ഒരു 10 മീറ്റർ വീതിയുള്ള തോടാണ്. 10 മീറ്ററോളം വീതിയുണ്ട് ഈ തോടിന്. മദീനത്ത് നിന്ന് തബൂക്ക്, അതായത് ഖൈബർ പോകുമ്പോൾ ഇടതുഭാഗത്ത് ഒരു 60 കിലോമീറ്ററോളം ഇടതുഭാഗത്ത് ഈന്തപ്പഴ കൃഷിയാട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയ പെരുന്നാളിൻ്റെ മിഠായികൾ ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.